ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നോർമൽ സ്ലിറ്റഡ് ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാനെടുത്ത മെഷർമെൻറ്റുകളെല്ലാം തന്നെ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. തുടക്കക്കാർക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു കോട്ടൺ അജ്രക് മെറ്റീരിയലാണ്. 2.5 മീറ്ററിൽ കൂടുതലുണ്ട്. ഇതൊരൊറ്റ പീസായിട്ട് ഓഫറിൽ വാങ്ങിയതാണ്. എനിക്ക് വേണ്ട ലെങ്ത്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 49 ഇഞ്ചാണ്. അപ്പോൾ 2.5 മീറ്ററാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മെറ്റീരിയൽ ഞാനിവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. 42 ഇഞ്ച് വീതിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വീതി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചെസ്റ്റ് സൈസാണോ ഹിപ്പ് സൈസാണോ കൂടുതൽ എന്ന് നോക്കണം. ചില വ്യക്തികൾക്ക് ചെസ്റ്റ് സൈസ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് ഹിപ്പ് സൈസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഏതാണോ കൂടുതൽ മെഷർമെൻറ്റ് വരുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടെ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം. ടോപ്പിൻ്റെ ഡൗൺ വിഡ്ത്ത് 1 ഇഞ്ച് കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് അത് അനുസരിച്ചിട്ട് വേണം നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഹിപ്പ് സൈസും ചെസ്റ്റ് സൈസും സെയിം തന്നെയാണ്, 42 ഇഞ്ച്. അപ്പോൾ നമുക്ക് 42 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ നമുക്ക് കിട്ടുക 10.5 കൂടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ലൂസും ആഡ് ചെയ്ത് കൊടുക്കണം. കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. കൂടെ താഴ്ഭാഗത്ത് കൊടുക്കേണ്ട 1 ഇഞ്ചും. ടോട്ടൽ 13.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. ഇനി തുണി മടക്കെല്ലാം മാറ്റി നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 13.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് വീതിക്ക് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തുണിയെ നീളത്തിൽ മടക്കിയെടുക്കാം. നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നീളത്തിൽ 2 മടക്കി കൊടുക്കാം. ,47 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എത്രയാണോ താഴത്തേക്ക് ലെങ്ത്ത് വേണ്ടത് അത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 49 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ്ലീവിനും നെക്കിന്, ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ഒക്കെ പീസ് വയ്ക്കാനായിട്ട് അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. സ്റ്റിച്ചിങ്ങിലൊരു മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ തുണിയെ കട്ട് ചെയ്തെടുക്കുക, ബാക്കി നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്യരുത്. എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 14 ഇഞ്ച് വീതിക്ക് 2 മടക്കി, അതിനുശേഷം 49 ഇഞ്ച് നീളത്തിലും മടക്കി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളെ മെഷർമെൻറ്റുകൾ നോക്കാം. ചില മെറ്റീരിയൽ നമുക്ക് ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഫ്രണ്ടും ബാക്കും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഡിസൈൻ ഒരുപോലെ ആക്കി വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതേ തുണി 4 മടക്കിയിട്ടു. മടക്ക് വശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്ക് വശം തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു 47 ഇഞ്ച്. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. അതായത് ഒരു സൈഡിലെ ഷോൾഡർ ബോൺ തുടങ്ങി മറ്റേ സൈഡിലെ ഷോൾഡർ ബോൺ വരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്, 7 ഇഞ്ച്.
കൂടാതെ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്തിട്ടും ഷോൾഡർ കണ്ടുപിടിക്കാം. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6, 42/6, അപ്പോൾ നമുക്ക് കിട്ടുക 7 ഇഞ്ചാണ്. അതാണ് നമ്മുടെ ഷോൾഡർ. ഇനി ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോൾ കാണാനായിട്ടുള്ള ഫോർമുല അത് തന്നെയാണ്, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 7 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ ബാക്ക് നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ഇനി അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ, അതായത് 5, 6, 7, 8 അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഷോൾഡർ നമുക്ക് അതിനനുസരിച്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ആം ഹോളിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. മേൽഭാഗത്ത് മാർക്ക് ചെയ്ത 7 ഇഞ്ച് തന്നെ ഇവിടെയും കിട്ടിയിട്ടില്ലേ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ആം ഹോൾ അവസാനിക്കുന്ന പോയിന്റിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കേണ്ടത് നെഞ്ചിന് ചുറ്റും നമ്മൾ ടേപ്പ് ചുറ്റി 2 വിരലിൻ്റെ ഒരു ലൂസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ചെസ്റ്റ് സൈസ് എടുക്കേണ്ടത്. ചെസ്റ്റ് സൈസ് വരുന്നത് 42. അപ്പോൾ നമുക്കതിൻ്റെ 4ൽ 1 ഭാഗം കാണണം. കാരണം നമ്മൾ തുണി 4 മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ 42/4 10.5. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളൊരു 1/2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ബാക്കി നമുക്ക് 6.5 ഉണ്ടാവുക. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതായത് 3.25 മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 3.25 നിന്ന് ചെസ്റ്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഈ കോർണറിൽ നിന്നൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചാണ്. കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. വേസ്റ്റ് ലെങ്ത്ത് നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഉണ്ടാവും. 13, 14. ഇനി നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 15 കൊടുക്കാവുന്നതാണ്. ഇനി ഹിപ്പ് ലെങ്ത്താണ്. അത് നോർമലി 21 ഇഞ്ചാണ്. എന്നാൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് എവിടെ നിന്ന് വേണം നമുക്ക് സ്ലിറ്റ് തുടങ്ങാൻ, ആ ലെങ്ത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് 20 ഇഞ്ചാണ് എടുക്കുന്നത്. കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്ക് ആ ഭാഗത്തെ റൗണ്ട് നോക്കണം. അതായത് നമ്മൾ നെഞ്ചിന് താഴെയായിട്ട് വയറിൻ്റെ ആ ഭാഗത്തായിട്ട് കുഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ റൗണ്ടാണ് എടുക്കേണ്ടത്. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ 1 ഭാഗം എടുക്കുമ്പോൾ 9.5. കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം അത് 42 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ 4ൽ 1 ഭാഗം എടുക്കുമ്പോൾ 10.5. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1.5 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തത് മേലെ, ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൊടുക്കണ്ട, 1 ഇഞ്ച് കൊടുത്താൽ മതി. അതായത് ഈ 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്ലിറ്റ് ഞാനിവിടെ കൊടുക്കുന്നത് 1 ഇഞ്ചിലാണ്. സ്ലിറ്റ് നമുക്ക് 3/4 ഇഞ്ചിൽ, 1 ഇഞ്ചിൽ, 1.25 ഇഞ്ചിലൊക്കെ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 1 ഇഞ്ചിലാണ്. അടുത്തതായിട്ട് നമുക്ക് ഡൗൺ വിഡ്ത്ത് നോക്കാം. ഈ ഭാഗത്തെ വീതി, അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ കൊടുത്തില്ലേ, അത് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. 10.5, പിന്നെ 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സ്ലിറ്റിന്. അത് കൂടാതെ 1 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. സ്ലിറ്റിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. സ്ലിറ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് നമുക്ക് കൊടുക്കാം. അതും നമ്മൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. 1.25, 1.5 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. നമുക്ക് 1 ഇഞ്ചാണ് കൊടുക്കേണ്ടത്.
ഇനി ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് പോയിന്റുകൾ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മേൽഭാഗത്തുള്ള പോയിന്റുകളും ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ 2 ലൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ സ്റ്റിച്ചിങ് ലൈനും ഒന്ന് കട്ടിങ് ലൈനുമാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കട്ടിങ് ലൈനിലൂടെ മാത്രം കട്ട് ചെയ്തെടുക്കാം. സ്ലിറ്റും നമ്മൾ താഴ്ഭാഗം വരെ 1 ഇഞ്ചിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ നെക്ക് വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തുമാണ് കാണേണ്ടത്. നെക്കിൻ്റെ അകലം ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3.25 കിട്ടും. ഞാൻ 4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3.25 കിട്ടും. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചും ബാക്ക് നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചുമാണ്. നെക്ക് വിഡ്ത്ത് കാണാനായിട്ടുള്ള ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 42/12. അപ്പോൾ നമുക്ക് 3.5 കിട്ടുക. അപ്പോൾ 3.5 വരെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ 3 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കാണാനായിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 7 അതായത് 42/7. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുക. നമ്മൾ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള യു നെക്ക് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും റിലേറ്റഡ് ആണ്. അതായത് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കുറയ്ക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 2 നെക്കും ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ആണ് ഞാൻ ബാക്ക് നെക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് കോർണറിൽ നിന്ന് 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്താലും മതി. അതായത് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പൊന്തിച്ച് വെച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ബാക്ക് പീസിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് കൈവണ്ണവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്തുമാണ് വേണ്ടത്. കൈവണ്ണം നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തെ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് നോക്കാം. മേൽഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് വിട്ടു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ അവിടെ നിന്നും താഴേക്കാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആ സ്റ്റിച്ചിങ് ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ 1/2 ഇഞ്ച് താഴ്ത്തി നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഇഞ്ചാണ്. നമ്മൾ തയ്യൽ തുമ്പ് ഇതിൽ പെടുത്തേണ്ട ആവശ്യമില്ല.
10 ഇഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സൈഡിലാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ടോട്ടൽ 20 ഇഞ്ചാണ് നമ്മുടെ കൈവണ്ണം വരുന്നത്. ഇനി തയ്യൽ തുമ്പ് ഇതിന് വേറെ ആവശ്യമില്ല, ഇതിൽ തന്നെ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ സ്ലീവിനുള്ള പീസ് എടുത്തിട്ടുണ്ട്. 13.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വരെ സ്ലീവ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എന്നാൽ എനിക്കിവിടെ വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ ബാക്കി നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ദേ 10 ഇഞ്ച് വീതിയിൽ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതായത് ടോട്ടൽ 20 ഇഞ്ച്. അപ്പോൾ ഒരു സ്ലീവിന് വേണ്ടത് 20 ഇഞ്ച് വീതിയാണ്. ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവിനുള്ളതും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മേൽഭാഗത്താണ് മടക്ക് വശം വരുന്നത്. അവിടെയാണ് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി താഴ്ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. 3, 3.5, 4 ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മേലെ കോർണറിൽ നിന്ന് ഈ 3.5യിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി മേലേന്ന് 1 ഇഞ്ച് താഴ്ത്തി വേണം നമുക്ക് ഷേപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട്. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മുടെ സെൻറ്റർ പോയിന്റ് വരെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് 1/4 ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് കോർണറിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് താഴേക്ക് 1 ഇഞ്ച് വിട്ടിട്ട് ഷേപ്പിംഗ് തുടങ്ങുന്നത്. ഇതുപോലെ ചെയ്തു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ടും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ 10 ഇഞ്ച് തന്നെയാണ്. നമ്മൾ എടുത്തിരിക്കുന്നതും 10 ഇഞ്ചാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതും 10 ഇഞ്ച് തന്നെയാണ്. ബാക്കി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ തയ്യൽ തുമ്പ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതിരുന്നത്. ഇനി ലെങ്ത്ത് ഞാനിവിടെ എക്സ്ട്രാ പീസ് വെച്ചിട്ട് 17 ഇഞ്ചാക്കി എടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ട് നോക്കണം. എന്നിട്ട് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. പകുതി എടുത്തിട്ട് കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. നല്ല ടൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ റൗണ്ട് എടുക്കുന്നില്ല, കാരണം എക്സ്ട്രാ ഒരു പീസും കൂടി വെച്ച് കൊടുക്കേണ്ടതുണ്ടല്ലോ. അത് വെച്ചതിന് ശേഷമാണ് ആ ഭാഗത്തെ റൗണ്ട് നോക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. തൽക്കാലം ഞാനിവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സ്ലീവും ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. സെൻറ്റർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ബോഡി പാർട്ടിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിലും കുഴിച്ച് വെട്ടേണ്ടതാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം, ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ ബിഗിനേഴ്സിന് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് അല്ലേ. അതായത് മടക്കി വെക്കുമ്പോൾ 3 ഇഞ്ച്, അപ്പോൾ നിവർത്തിയിടുമ്പോൾ 6 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത് വരുന്നത്. ഇനി നെക്കിൻ്റെ 2 സൈഡിലേക്കും നമ്മൾ 2 ഇഞ്ച് വീതം കൂടുതൽ എടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചാണ്, 2 സൈഡിലും 2 ഇഞ്ച് വീതം, അപ്പോൾ ടോട്ടൽ 10 ഇഞ്ച്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക, അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച്.
അപ്പോൾ 10 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ 3 സൈഡ് നമുക്ക് 1/4 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കി 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഒരു പീസ് നമുക്ക് ബാക്ക് നെക്കിനും വേണം. അവിടെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്, വിഡ്ത്ത് സെയിം തന്നെയാണ്. ലെങ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ 3ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുമ്പോൾ 5 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ച് വീതിയും 5 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു പീസാണ് ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ശേഷം അതിൻ്റെ 3 സൈഡ് നമുക്ക് 1/4 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ നല്ല ഭാഗത്തേക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കാം. താഴത്തെ പീസിൽ നമ്മളൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 2 സൈഡിലേക്കും നമുക്ക് ഈക്വലായിട്ട് വെക്കാൻ സാധിക്കും. ഇനി നെക്കിന് ചുറ്റും 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ചിങ് ലൈനാണ്. ഇതിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ബിഗിനേഴ്സ് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നെക്ക് ഷേപ്പ്ലെസ് ആയി പോകും. അതുപോലെ തന്നെ ചുറ്റിലും നമുക്ക് പിൻകുത്തി സെക്യൂർ ആക്കി കൊടുക്കാം. എന്നിട്ട് വളരെ സാവധാനത്തിൽ വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കും. 2 സൈഡിലേക്കും ഈക്വലായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിന് ചുറ്റിലും 1/4 ഇഞ്ച് ഗ്യാപ്പിലൊരു ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുറ്റിലും നമുക്ക് പിൻകുത്തി സെക്യൂർ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. മേൽഭാഗത്ത് കെട്ടിട്ട് കൊണ്ട് തുടങ്ങണം. നമ്മൾ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോർണറിലൊക്കെ നല്ല നീറ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തുണി ഒന്ന് തിരിച്ച് കൊടുക്കേണ്ടതാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചു പിടിക്കാനൊന്നും പാടില്ല, പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ചുളിവുകൾ വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൂട്ട് പൊന്തിച്ച് കൊടുക്കുക. അതിനുശേഷം ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി അതിനുശേഷം ഫൂട്ട് താഴ്ത്തി പിന്നീട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗത്തെ പീസ് ഉണ്ടല്ലോ, ബാക്കി വരുന്ന പീസ്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉൾഭാഗത്തും ഒരു 1/4 ഇഞ്ചിലൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് ചുറ്റിലും കുഞ്ഞ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. നമ്മളിതുപോലെ കട്ടിട്ട് കൊടുത്താലാണ് നെക്ക് നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ വെച്ച പീസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഒരു പോയിന്റിൽ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ബാക്കി വരുന്ന ഉൾഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും കുഞ്ഞ കട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നാൽ ബാക്ക് നെക്ക് നമ്മളിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നതും ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസ് നിവർത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വയ്ക്കാം. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്.
എന്നിട്ട് ബാക്ക് നെക്കിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്കിനെ നമുക്ക് ബാക്ക് നെക്കിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് കൊണ്ട് ഫ്രണ്ട് നെക്കിനെ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. ഇത് തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം. ബാക്ക് നെക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അരികിലായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്ക് നെക്ക് കൊണ്ട് ഫ്രണ്ട് നെക്കിനെ പൊതിഞ്ഞെടുക്കാം. മേൽഭാഗത്ത് രണ്ട് പീസും കറക്റ്റായിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഈ സൈഡ് തുടങ്ങി ആ സൈഡ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും അതുപോലെ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു പിന്ന് കുത്തി കൊടുക്കാം. ബിഗിനേഴ്സൊക്കെ എന്തായാലും പിന്ന് കുത്തി കൊടുത്തോളൂ, അല്ലെങ്കിൽ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. നമ്മുടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ കോർണറിലായിട്ട് ഈ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും. അതില്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേൽഭാഗത്ത് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതേ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗത്തും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടിയും നെക്കിന് ചുറ്റിലും കൊടുക്കാനുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം, അതായത് സൂചി നൂലും വെച്ചിട്ട് കൈകൊണ്ട് തുന്നി കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ നമുക്ക് നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ 4 കോർണറിലും നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 5 ഇഞ്ച്. ഞാനിവിടെ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 5.5 എടുത്തിട്ടുണ്ട്, കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ മസിലിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 5 ഇഞ്ചിലാണ് നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൈമുട്ടിൻ്റെ ആ ഭാഗത്തെ വണ്ണവും നോക്കുന്നുണ്ട്. ഇനി അതനുസരിച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്കെല്ലാം ഫിനിഷായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ട് നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെക്കണം. ഇനി ഷോൾഡറിൻ്റെ അവിടെ നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്ലീവിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെയും ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. രണ്ടും തമ്മിൽ ഒരുമിച്ച് വെക്കുക, അതായത് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ അവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളെ സ്ലീവിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ശേഷം സെൻറ്ററിൽ നിന്ന് തന്നെ വേണം മറ്റേ സൈഡിലേക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരറ്റത്തു നിന്ന് തുടങ്ങി റൗണ്ടിൽ നമുക്ക് മറ്റേ അറ്റം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് വീതം കൊടുക്കുക. ഇനി നമുക്ക് സൈഡ് ജോയിനിങ് ആണ്. നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്നും തുടങ്ങാം. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്.
ഇനി നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്ലീവിൻ്റെ 2 സൈഡിലെ സ്റ്റിച്ച്, അത് രണ്ടും ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്നിച്ച് വരാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി 1-2 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഒരേപോലെ വരാനായിട്ട് ശ്രദ്ധിക്കണം. ബിഗിനേഴ്സിന് ചിലപ്പോൾ 1-2 പോയിൻ്റൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതൊന്നും വലിയ ഇഷ്യൂ അല്ല, എന്നാലും നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ തന്നെ 2 സൈഡിലും സ്ലിറ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത്, അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കെട്ടിട്ട് നിർത്താം. അടുത്തതായിട്ട് ബാക്കിൽ 2 ടക്സ് ഇട്ട് കൊടുക്കാം. ടക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ടോപ്പിനും നമുക്കും നല്ല ഷേപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ ടക്ക് ഒഴിവാക്കാതിരിക്കുക. നമ്മൾ ടോട്ടൽ വിഡ്ത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടിയും ചെക്ക് ചെയ്ത് നോക്കാം. സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും ഒരേ മെഷർമെൻറ്റ് തന്നെയല്ലേ എടുത്തിരിക്കുന്നതെന്ന്. ശേഷം നമുക്ക് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ ലൈനിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എവിടെയായാലും കുഴപ്പമില്ല, 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് 3, 3.5, 4, 4.5 ഒക്കെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്ക് മെഷർമെൻറ്റ് നോക്കാം. അതായത് ഷോൾഡറിൽ നിന്നും 10.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. അവിടെ നിന്നാണ് നമ്മൾ ടക്ക് തുടങ്ങുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അതിന് നേരെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മേലെ നിന്നും 10.5 മാർക്ക് ചെയ്യുക, എന്നിട്ട് താഴെ 18 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മേൽഭാഗത്ത് നമ്മളൊന്നും കൊടുക്കാനില്ല, ഇതുപോലെ പോയിൻ്റഡ് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 സൈഡും കൂട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേലെ പോയിൻ്റഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലെത്തുമ്പോൾ 4 ഇഞ്ച്, താഴ്ഭാഗത്തും പോയിൻ്റഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊണ്ട് തുടങ്ങണം, കെട്ടിട്ട് കൊണ്ട് നിർത്തണം. 2 സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് നോക്കാം. ഇവിടെ ആയിരിക്കും ബിഗിനേഴ്സിനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ. ഒരു കൺഫ്യൂഷനും വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സ്ലിറ്റിന് നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 3/4, 1, 1/4, 1.5 വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. എന്നാൽ ചില മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3/4 ഇഞ്ചിൻ്റെ സ്ലിറ്റാണ് ഭംഗി നൽകുന്നത്, എന്നാൽ ചിലത് 1/4. സ്ലിറ്റിന് മെയിനായിട്ട് 2 സ്റ്റിച്ചാണ് വരുന്നത്. ഒന്ന് C ഷേപ്പ്, 2 V ഷേപ്പിലെ സ്റ്റിച്ചാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മേൽഭാഗത്തായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ചിങ് ലൈനാണ്, അതവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി നമ്മൾ താഴ്ഭാഗം വരെ 1 ഇഞ്ചിൽ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് മേലേക്ക് ആക്കിയിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലൈനും ഉൾഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ആ ലൈനിലേക്ക് മടക്കി കൊടുക്കാം. മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് ആ ലൈനിലേക്ക് തന്നെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ മടക്കിയെടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി, അത് അതുപോലെ തന്നെ ഇരുന്നോളും. അതല്ലെങ്കിൽ പിൻകുത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഭാഗവും ഇതുപോലെ ആദ്യം ലൈനിലേക്ക് മടക്കുക, അതിനുശേഷം ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കിയിട്ട് പിൻകുത്തി കൊടുക്കാം. ഇനി താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. എന്നിട്ട് ആ അരികിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മേലേക്ക് കൊണ്ടുപോകാൻ. കെട്ടിട്ട് കൊണ്ട് നമുക്ക് തുടങ്ങാം, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. 2 സൈഡിലും ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ 2 ലൈൻ ഇട്ടില്ലേ, 1/2 ഇഞ്ച് മേൽഭാഗത്താക്കിയിട്ട് ഒരു ലൈൻ ഇട്ടില്ലേ, അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യത്തെ ലൈൻ സ്ലിറ്റ് ഓപ്പണിംഗ് ആണ്. രണ്ടാമത്തെ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തേണ്ടത്.
ഇനി ആ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് വെക്കണം. അതിന് ശേഷം നമുക്ക് തുണി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു സൈഡ് നമ്മളെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് കടക്കണം. ഇനി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ മടക്കി പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് മടക്കി കൊടുക്കാം. ഇപ്പോൾ മടക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ എൻഡിലെത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ഇതാണ് സി ഷേപ്പ് സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗം വരെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വലിച്ചു പിടിക്കരുത്. രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടാമത്തെ സ്റ്റിച്ചാണ് വി ഷേപ്പ് സ്റ്റിച്ച് വരുന്നത്. അത് നമുക്ക് ഈസിയാണ്. താഴ്ഭാഗത്തു നിന്ന് തുടങ്ങാം. എൻഡിലൂടെ നമുക്ക് ഈ സൈഡിലൂടെ, അതായത് ഈ അരികിലൂടെ അടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ, ഓപ്പണിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കൊന്ന് വി പോലെ ഷേപ്പ് ആക്കിയിട്ട് മറ്റേ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ സൈഡിലെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലൂടെയാണ്. അത് നമുക്ക് മേൽഭാഗത്ത് നിന്ന് 1 ഇഞ്ചിൽ നമ്മൾ താഴ്ഭാഗം വരെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊരു നോർമൽ സ്റ്റിച്ച് കൊടുത്താൽ മതി, കാരണം ആ സ്റ്റിച്ച് നമുക്ക് പിന്നീട് അഴിച്ചെടുക്കേണ്ടതാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ മേൽഭാഗത്തും നമ്മളൊരു 1/2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും നമുക്ക് ഇതുപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കാം. നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് 3 ഇട്ടിട്ടാണ്. ഇതിൽ നമുക്ക് 4 ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ സ്റ്റിച്ച് അഴിച്ച് കളയണം. ഇപ്പോൾ ദേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മേൽഭാഗത്തുനിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടും ബാക്കും തമ്മിൽ കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് സൈഡിലും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കൊടുത്ത ലൈനിലേക്ക് ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നീട് ഒരു 1/2 ഇഞ്ചിൽ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നു കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം താഴത്തെ ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. ഇതുപോലെ നിവർത്തിയിട്ടിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ട് കൊടുക്കണം. എന്നിട്ട് താഴെ നിന്ന് അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മേൽഭാഗത്തെത്തുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ചിട്ട് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അതായത് ആ സൈഡിലെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് കൊണ്ടുവരണം. ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടി ഫൂട്ട് താഴ്ത്തി സൂചി കുത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. അതിനുശേഷം നമുക്കിനി താഴ്ഭാഗത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റ് ഒട്ടും വലിക്കരുത്, വലിക്കാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തത്, അത് നമുക്ക് ഇതുപോലെ ഒരു ടൂള് വെച്ചിട്ട് അഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗം ഇതുപോലെ തന്നെ ആദ്യം 1/2 ഇഞ്ച് മടക്കുക, അതിനുശേഷം 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.